സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് യഹ്യാഉൽ ഇസ്ലാം മദ്രസ ചകിരിപ്പാറ കമ്മിറ്റിയുടെ കീഴിൽ നടത്തപ്പെടുന്ന ഹുബ്ബുർ റസൂൽ പ്രഭാഷണവും പ്രാർത്ഥനാ സദസ്സും. ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹിദായത്ത് നഗർ നമസ്കാര പള്ളിയുടെ കീഴിൽ ഒരു മദ്രസ എന്നത് ഈ നാട്ടുകാരുടെ ചിരകാല സ്വപ്നമായിരുന്നു. ധന്യമായ സമയം ആഗതമായപ്പോൾ മർഹൂം പുളിക്കത്തോടി യാഹുക്കാക്കയും ഖദീജ ഹജ്മയുടെയും മക്കളും കരിക്കപ്പാറ മർഹൂം കുഞ്ഞിക്കുട്ടി കാക്കയും മകൻ കുഞ്ഞാപ്പു ഹാജിയും ചേർന്ന് അനുയോജ്യമായ സ്ഥലം തരപ്പെടുത്തിയപ്പോൾ ഈ നാടിന്റെ ഐക്യവും കെട്ടുറപ്പും വിളിച്ചോതി മർഹൂം മുട്ടിക്കാട്ടിൽ ആലിക്കാക്കയുടെ മകൻ കുഞ്ഞാപ്പുട്ടി ഹാജിയുടെ പേരമകൻ നൌഷാദിന്റെയും നേതൃത്വത്തിൽ മനോഹരമായ നമ്മുടെ മദ്രസ കെട്ടിടം നിർമ്മിക്കപ്പെട്ടു. നസീഹത്ത് നൽകാനും ദുആ നടത്തിത്തരാനും നമ്മുടെ വേദിയിലെത്തി. അൽഹംദുലില്ലാഹ്. ഇനി പ്രഭാഷണം നിർത്തി മദ്രസയുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് തങ്ങൾ ദുആ നടക്കും, നസീഹത്തും ഉണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, ചകിരിപ്പാറ പ്രദേശത്തെ പ്രത്യേകം ഈ ഇരിക്കുന്നവരുടെ മുന്നിൽ ഞാൻ ഒരുപാട് പറഞ്ഞു പരിചയപ്പെടുത്തേണ്ടതില്ല. എങ്കിലും കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സന്തോഷം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. മറ്റൊന്നുമല്ല, ഒരു മദ്രസ നമുക്ക് വേണമെന്ന ഒരാഗ്രഹം ഈ നാട്ടുകാർക്ക് നേരത്തെ ഉണ്ടായിരുന്നു. എങ്കിലും ഇപ്പോഴാണ് അല്ലാഹുവിന്റെ ഖദർ നമുക്ക് സമയമായി. ആ സമയത്ത് എല്ലാം ഭംഗിയായി നടന്നു. ആ സന്തോഷത്തിൽ ഇതിനു വേണ്ടി സഹായിച്ച എല്ലാവർക്കും ദുആ ചെയ്തു കൊടുക്കണം. സാദാത്യങ്ങളെയും പണ്ഡിതന്മാരെയും കൊണ്ടുവന്ന് ദുആ ചെയ്യിപ്പിക്കണം എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ഒത്തുചേർന്നത്. സമസ്തയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് ജിബ്രീൽ മുത്തുക്കോയ തങ്ങളുടെ വീട്ടിൽ ചെന്ന സമയത്ത് അവർക്ക് നമ്മുടെ പരിപാടിയുടെ മുമ്പും ശേഷവും അന്ന് ഒന്നും ഒഴിവില്ലാത്തത് കൊണ്ട് തങ്ങളുടെ വായിൽ നിന്ന് ആ വന്ന പേര് മുഹമ്മദ് ഖാജിമിൽ തങ്ങൾ എന്ന് വന്നപ്പോ അങ്ങനെ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഏറ്റെടുക്കുകയും തങ്ങൾക്ക് നമ്മൾ ചോദിച്ച ദിവസമില്ല, പിറ്റേ ദിവസമാണ് ഒഴിവുള്ളത്. അതുകൊണ്ട് ആ ദിവസം നമ്മൾ അംഗീകരിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്. ഈമാനുള്ള ഹൃദയങ്ങളിൽ ചുണ്ടുകളിൽ സ്വലാത്തുകളാൽ സദാ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ മധുരമൂറുന്ന ഈത്തപ്പഴം പോലെ മനസ്സിനെ മതിക്കുന്ന സ്വലാത്തിന്റെ സ്വാദുമായി ആവലാദികൾ ഓതാൻ ആയിരങ്ങൾ പരിഹാരം നൽകി പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ കാലം കരുതി വെച്ച നിറസാന്നിധ്യം മഹൽ ജീവിതവുമായി വേദികളിൽ നിന്നും വേദികളിലേക്ക് മുസൽമാന്റെ ഹൃദയാന്തരങ്ങളെ തൊട്ടുണർത്തി നീങ്ങുന്ന കോഴിക്കോട് വലിയ കാവിൽ സയ്യിദ് മുഹമ്മദ് കോയ ജമലുലേരി തങ്ങൾ വേദിയിൽ നസീഹത്തിനും ഭക്തി നിർഭരവുമായ പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകുന്നു. ബഹുമാനാദരവോടെ ചകിരിപ്പാറ യഹ്യാഉൽ ഇസ്ലാം മദ്രസ അങ്കണത്തിലേക്ക് സംഘടിപ്പിച്ച ഈ വേദിയിലേക്ക് തങ്ങളവറുകളെ ക്ഷണിക്കുന്നു.
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين الرضا. وما توفيقي إلا بالله الذي توكلت إليه أنيب. بسم الله الرحمن الرحيم. ربنا تقبل منا إنك أنت السميع العليم. صدق الله مولانا. ബഹുമാനമുള്ള പണ്ഡിതന്മാർ, സഹോദരികൾ, ഉടലിൽ ചൂടിയ പ്രിയ വിദ്യാർത്ഥി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ സ്വാലിഹാകളായിട്ട് സ്വീകരിക്കട്ടെ. മദ്രസ ഹബീബായ റസൂലുള്ളാഹി റസൂലുള്ളാഹി തങ്ങൾ മരണശേഷം ശേഷിക്കുന്ന 3 കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ മരിച്ചാൽ മരണശേഷവും ഇവർക്ക് നേരിട്ട് പോകുന്ന പ്രതിഫലങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് ഇത് വളരെ സ്വാധീനമാണ്. ദുആ ചെയ്യുന്ന മക്കളാണ്. ഇന്നത്തെ സാഹചര്യം നമുക്കറിയാം. മരിച്ച് 1 വർഷം 2 വർഷം 3 വർഷമൊക്കെ ഓർമ്മ ഒക്കെ നോക്കാനാണ്. പിന്നീട് അത് ഇച്ഛാമാവും. ദുആ ചെയ്യുന്ന മക്കളെ നമുക്ക് ലഭ്യമാണെന്നുണ്ടെങ്കിൽ മദ്രസകളിൽ നിന്ന് രാവിലെ തന്നെ ദുആ ചെയ്യുന്ന ദുആ പഠിക്കുകയാണ്. അതിന് മതപരമായ വിജ്ഞാനം വേണം, അറിവ് വേണം. ആ മതപരമായ അറിവ് നേടി പിന്നീട് തുടർന്നുള്ള ജീവിതത്തിലെ അറിവ് നേടുന്ന മക്കൾക്കെങ്കിൽ ഒരു ദുആ ചെയ്യും. എന്നെ ഓർമ്മയുള്ള മക്കൾ ദുആ ചെയ്യും. അതൊക്കെ പഠിപ്പിക്കാൻ നമുക്ക് മദ്രസ. അപ്പൊ ദുആ ചെയ്യുന്ന മക്കൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടെങ്കിൽ മതപരമായ വിദ്യാഭ്യാസത്തിനോട് ഉപയോഗത്താണ്. അതിനാണ് നാം മദ്രസകളെ നോക്കുന്നത്. അതാണ് ദുആ ചെയ്യുന്ന മക്കൾ ഹബീബായ ഷഫീഉനാ റസൂലുള്ളാഹി. മറ്റൊരു ഉപകാരപ്രദമായ വിജ്ഞാനം. ആ വിജ്ഞാനം നേടാനുള്ള പ്രാഥമിക പഠനം എന്നുള്ള മദ്രസയാണ്. ആ മദ്രസയിലൂടെ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയതിനു ശേഷമാണ് ഉയർന്ന മതവിദ്യാഭ്യാസത്തിലേക്ക് നീങ്ങാറുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെയും നമുക്ക് അനിവാര്യമാകുന്ന മദ്രസ. മറ്റൊരു വിദ്യാഭ്യാസത്തെ നേരത്തെ സൂചിപ്പിച്ചത് സ്ഥലം സൗജന്യമായി നൽകി, കെട്ടിടം സൗജന്യമായി നിർമ്മിച്ചു കൊടുത്തു. നാട്ടുകാരെന്നാകെ കൂടിയിരുന്നുകൊണ്ട് എല്ലാവരും കൂടി കൂട്ടമായിരുന്നുകൊണ്ട് ഒറ്റക്കെട്ടായി ബാക്കി പണിയും പൂർത്തീകരിച്ചു. ഇതെല്ലാം തന്നെ നമുക്ക് ഈ കെട്ടിടം നിലനിൽക്കുമ്പോൾ 5 നാൾ വരെ ഇതിന്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കും. എങ്ങനെ ലഭിക്കുമെന്ന് ചോദിച്ചാൽ, ഇവിടെ മദ്രസകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാവിലെ തന്നെ പ്രഭാതത്തിൽ തന്നെ കുട്ടികൾ വന്ന് ഫാത്തിഹ സൂറത്തോടുകൂടി തുടങ്ങിയാണ്. പിന്നീട് അവർ ചെയ്യുന്ന ഒരു പ്രാർത്ഥന ദുആയാണ്. മാതാപിതാക്കൾക്ക് കൊടുത്തു തരണേ, ഞങ്ങളെ സഹായിച്ചവർക്ക് കൊടുത്തു തരണേ, ഞങ്ങളെ ഈ മദ്രസയും മറ്റും സ്ഥാപിക്കുന്നതിൽ മുമ്പെത്തിയിരുന്നവരും അതിനുവേണ്ടി സഹായിച്ചവർക്ക് ഇനി പുറത്തു തരണേ എന്തൊക്കെ ദുആ ചെയ്യുമ്പോൾ ആ ഒരു പ്രാർത്ഥന അന്ത്യനാൾ വരെ നിലനിൽക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് മരണശേഷം നമുക്ക് നമ്മുടെ മക്കൾ മറന്നാലും വേണ്ടപ്പെട്ടവർ മറന്നാലും മദ്രസ നിലനിൽക്കുമ്പോൾ മദ്രസയിലെ വിദ്യാർത്ഥികൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് മനസ്സിലാക്കുന്നത്. ആ ദുആ നമുക്ക് ലഭ്യമായിക്കൊണ്ടേയിരിക്കും. അതിന് ഫീസ് നൽകിയവരാണെങ്കിലും വലിയ സമ്പത്ത് നൽകിയവനാണ് ആർക്കാണെങ്കിലും ലഭ്യമായിക്കൊണ്ടേയിരിക്കും. പക്ഷേ നമുക്ക് ഈ സന്ദർഭത്തിൽ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ സംവിധാനം ഒരുക്കുകയും അതിനുവേണ്ടി സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്താൽ നമുക്ക് ചെയ്യാവുന്ന ഒന്ന് നമുക്ക് ദുആ ചെയ്യാം. മറ്റുള്ളവർ ദുആക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം ഓരോരുത്തരും ദുആ ചെയ്യണം. പടച്ചോനെ ഞങ്ങൾക്ക് സ്വീകരിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ആജ്ഞപ്രകാരം കഅബ പണിതു. ശേഷം ദുആ ചെയ്ത് ആർക്ക് വേണ്ടി? എല്ലാവർക്കും വേണ്ടിയാണ് ദുആ ചെയ്തത്. സ്വന്തം ഇബ്രാഹിം അലൈഹിസ്സലാം അവർക്ക് വേണ്ടി മാത്രമല്ല ദുആ ചെയ്തത്. റബ്ബി തഖബ്ബൽ മിന്നി എന്നല്ല പറഞ്ഞത്. റബ്ബനാ തഖബ്ബൽ മിന്നാ. ഞാനും എന്റെ സഹകാരികളായിട്ട് മക്കളെ നാടകടക്കമുള്ള പലരും ഇതിൽ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഒക്കെ സ്വീകരിക്കണം. ആജ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനോടാണെങ്കിലും അതിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തു. റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങളൊക്കെ സ്വീകരിക്കണം. ഇവിടെ ഒരു ഫീസ് നൽകിയവനാണെങ്കിലും
വൃക്ഷങ്ങൾ നൽകിയവരാണെങ്കിലും ഭൂമി നൽകിയവരെല്ലാം ചെയ്യേണ്ട ഒന്ന് റബ്ബെ എന്തൊക്കെ സ്വീകരിക്കണേ. അഹങ്കാരം കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഈ വാക്കുകൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ അത് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് വരല്ല റബ്ബെ, ഇതൊക്കെ സ്വീകരിക്കണേ എന്ന് ഓരോരുത്തരും ദുആ ചെയ്യണം. പ്രധാനമായിട്ടും പ്രതികരിക്കുമ്പോൾ നാം ഓരോരുത്തർ ദുആ ചെയ്യും. ഇങ്ങനെ കൂട്ടമായ ദുആ, അതോടൊപ്പം നമ്മൾ അത് കൂട്ടമായ ദുആക്ക് വേണ്ടി എഴുതി ഒരുക്കിയിരിക്കുക. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ദുആയുടെ നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ എവിടെ പരിശോധിച്ചാലും കൂട്ടമായ ദുആക്കാണ് ഏറ്റവും പ്രോത്സാഹനം നൽകിയിരിക്കുന്നത്. ഏത് ദുആയും റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. നിങ്ങൾ എവിടെ നോക്കിയാലും ദുആ കൂട്ടമായ ദുആയാണ്. അതുകൊണ്ടാണ് ഇമാം നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യും. ഇമാം ഒറ്റയ്ക്ക് കാരണം മതി, ഇല്ല റബ്ബനാ തഖബ്ബൽ മിന്നാ. എന്റെ പുറകിൽ ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ എനിക്ക് കബൂൽ ചെയ്യും, നിസ്കരിച്ച് ആ നിസ്കാരം സ്വീകരിക്കണം ദുആ ചെയ്യും. ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. അതാണ് സുന്നികളായ മുസ്ലിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാനാണ്. അപ്രകാരം സദസ്സിൽ വെച്ചൊരു കൂട്ടമായി ദുആ ചെയ്യാം. ആരുടെയും ദുആ സ്വീകരിക്കും. ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ 40 ആളുകൾ ഒരു ദുആക്ക് ഇജാബത്തുള്ള ആൾക്കാർ. ഒരുപാട് പണ്ഡിതന്മാരുടെ സദസ്സാണ്, കുട്ടികളുടെ സദസ്സാണ്, പ്രായമുള്ളവരുടെ സദസ്സാണ്. ഒരുപാട് ആളുകൾ ആത്മാർത്ഥമായി കൊണ്ട് കൈനിർത്തിക്കൊണ്ട് റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങളെ ഈ സൽക്കർമ്മം കബൂൽ ചെയ്യണം എന്ന് ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു സ്വീകരിക്കാനുള്ള സാധ്യതയുള്ള സദസ്സാണ്. അതുകൊണ്ട് നല്ലൊരു സദസ്സാണ്. ഇങ്ങനെ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ തന്നെ ഇങ്ങനെ ദുആ ചെയ്യുമ്പോൾ ദുആക്ക് ഇജാബത്ത്, അങ്ങനെ കൂട്ടമായ ഒരു സദസ്സിനാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കബൂൽ ചെയ്യട്ടെ. നമുക്ക് വേണ്ടത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് വേണ്ടി സ്വീകാര്യതയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം. സ്വീകാര്യതാണ് ഏറ്റവും പ്രധാനം. ഒരുപാട് അമൽ ചെയ്ത് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് അതൊന്നുമില്ലാതായി കഴിഞ്ഞാൽ, അത് സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാതെ തടഞ്ഞു കളഞ്ഞാൽ നമുക്ക് ശേഷിക്കുന്നൊന്നും ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഈ പ്രവൃത്തിക്ക് വേണ്ടി സഹായിച്ച എല്ലാവർക്കും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. يا عبد حبيبنا وشفيعنا ومرشدنا ومنجينا وهادينا وقرة أعيننا وثبت فؤادنا ومعشوقنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. استغفر الله العظيم 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 استغفر الله العظيم. جددوا إيمانكم ونبروا قلوبكم وزينوا ألسنتكم بقولي لا إله إلا الله 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 محمد رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال حمدا يوافي نعمه ويكافي مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك
سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر أنت تحب وترضى. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقوي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أحسن الغايات من جميع الخيرات في الحياة وبعد الممات. اللهم اوصل وبلغ وبلغ بما قرأناه من القرآن العظيم ما صليناه وما هللناه واستغفرناه وهذه نية واصلة ورحمة نازلة بركة شاملة مقبولة أولا بنا إلى حضرة حبيبنا وشفيعنا ومرشدنا ومنجينا وهادينا وقرة أعيننا وقرة فؤادنا ومعشوقنا مصطفى محمد. اللهم آته الوسيلة والفضيلة والدرجة الرفيعة وبعثه مقام محمود الذي وعده. اللهم ارزقنا في الدنيا زيارته مرارا في الآخرة الشفاعة يوم القيامة إنك لا تخلف الميعاد. وإلى عبرات أزواجه وذرياته وأهل الخير كلهم أجمعين وإلى عبرات السادات البدريين والوحديين والحديين والخندقين والخيبرين وسائر السعادة رضوان الله تعالى كل واحد منهم أجمعين وإلى عبرات الخلفاء الراشدين المهديين وإلى عبرات أئمة الأربعة المجتهدين وإلى عبرات أولادنا وبلادنا كتب العالم كتب الأكثر والشيخ محي الدين عبد القادر الجيلاني قدس الله سره. وإلى سلطان العارفين الشيخ أحمد الكبير الرفاعي قدس الله إلى سلطان الخواجة معين الدين السيد الجديري إلى عبد بن وافق بن السلواني وإلى سيدنا بقية القاعد الدهري وإلى قدس الله سره. وإلى عهد الزمان سيد علي بن المفرمي قدس الله وإلى جدي سيدي قدر السيد محمد باعث بالليل وصولي قدس الله. وإلى عهد جدي قد سيد عبد الغفار بن شهاب الدين وإلى جدي سيد عبد القهار شهاب الدين وإلى عهد مشايخنا مشايخ سلسلة القادرية والنقشبندية والسهروردية والنسبية والشاذلية وسائر مشايخ طريقة كلهم أجمعين. آمين. وإلى عظمات أولياء الله تعالى من مشارق الأرض ومغارب الأرض بحقهم وبجاههم وبكراماتهم. آمين. اللهم يسر عسيرنا. آمين. اللهم يسر عسيرنا. آمين. اللهم يسر عسيرنا. آمين. وسخر أمورنا. آمين. وفرج همومنا. آمين. وقضي حوائجنا. آمين. واشفنا واشف مرضانا. آمين. اللهم اشفنا واشف مرضانا. آمين. اللهم اشفنا واشف مرضانا وارضى مرضانا شفاء تاما لا يغادر سقما ولا ألما. اللهم لا تدع لنا ذنبا إلا غفرته ولا عيبا إلا سترته ولا مرضا إلا شفيته ولا حبا إلا فرجته ولا عدوا إلا قهرته ولا سهرا إلا أبتلته ولا دين إلا قضيته ولا فسادا إلا أصلحته ولا حاجة من حوائج الدنيا هي لك رضا ولنا فيها سلام إلا قضيتها ويسرتها يا رب العالمين. يا لطيف يا لطيف يا لطيف الطف بنا فإن تيسير عسير إليك يسير. اللهم يسر أمورنا مع وعد قلوبنا وأبداننا والسلامة والعافية في ديننا ودنيانا. سبحان المنفس عن كل مديون سبحان المفرج عن كل محزون سبحان من جعل غزائنه بين الكاف والنون سبحان من إذا أراد الشيء يقول له كن فيكون. يا مفرج فرجي 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 فرج عنا همومنا وهمومنا فرجا عنا برحمتك يا أرحم الراحمين. اللهم إنا ضعفاء فقبلنا. اللهم إنا ذلاء فأعزنا. اللهم إنا فقراء فأغننا. اللهم اجعل نعمتنا دائما ودولتنا قائمة وأعمالنا صالحة. اللهم لا تسلط علينا من لا يخافك ولا يرحمنا. اللهم ارحمنا برحمتك التي وسعت كل شيء واحفظنا من بين أيدينا من خلفنا وعن أيماننا من شمائلنا من فوقنا. يا رب اختار من تحتنا يا أكرم الأكرمين ويا أرحم الراحمين. اللهم اجعل نعمة اللهم اجعل جنبنا هذا جنبا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم منا ولا معنا شقيا ولا مطرودا ولا محروما. بسم الله اللبان اللبان يا ديان اللبان اللبان يا بيان اللبان اللبان يا برهان اللبان اللبان من زوال الإيمان ومن حسد الإخوان
ومن شر الشيطان ومن كل سلطان اللهم اهدنا ونجنا من القوم الظالمين اللهم اهدنا ونجنا من القوم الكافرين اللهم اهدنا ونجنا من القوم العالمين اللهم اجعل نعمتنا دائما ودولتنا قائما واولادنا صالحا اللهم لا تسلط علينا من لا يخافك ولا يرحمنا يا ودود يا ودود يا ودود يا ودود يا ذا العرش المجيد يا فعالا لما يريد نسألك أن تقضي حوائجنا وتكشف قلوبنا وتعسر مقصودنا وتشفي مرضانا وأمراض مرضانا الظاهرية والباطنية والجسمانية وأحياء الشيطان صالحا بحقك وجاه كرامات أولياء الكرام يا ذا المجلس الكريم اللهم ارحمنا برحمتك التي وسعت كل شيء اللهم احفظنا واحفظنا وارفعنا واحفظنا وصلنا بالدعاء احفظنا اخذنا عافيه بكل آفة ومصيبة وبحاج وضر وفاقة وفقر ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب رب الرحيم ويا مجلسك وجهك يا رحمن ഒരുപാട് കൊണ്ട് വസിയത്തുള്ള സന്ദേശം ഹാസിലാക്കാൻ ഒരുപാട് പ്രയാസങ്ങളില്ല സലാമത്ത് നൽകണേ റഹ്മാൻ സ്ഥാപനമായ മദ്രസയ്ക്ക് വേണ്ടി ഒരുപാട് സഹായം ചെയ്ത ആളുകളുണ്ട് ഭൂമി നൽകിയവരുണ്ട് സമ്പത്ത് നൽകിയവരുണ്ട് ഒരുപാട് സഹായികൾ ചെയ്ത് സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി സഹായിക്കാരുണ്ടോ മരണപ്പെട്ടവർക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്ത് ആരോഗ്യം ആയുസ് നൽകണേ റഹ്മാനെ മാതാപിതാക്കൾ ഒരുവരെയും പലരും ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്ത് ആരോഗ്യം ആയുസ് നൽകണേ ഞങ്ങൾ മൺപറഞ്ഞുപോയ മാതാപിതാക്കൾ നമ്മെ സ്നേഹിക്കുന്ന നാം സ്നേഹിക്കുന്നവരുടെ അവർക്ക് ഈ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ അവർ വിശാലമാക്കണേ അല്ലാഹ് സ്വർഗത്തിൽ കവാടം കൊടുക്കണേ അല്ലാഹ് ഇസ്ലാമില്ലാത്തവരെ ഞങ്ങളെ സ്വർഗത്തിൽ കടത്തണേ അല്ലാഹ് സ്വർഗത്തിൽ കടത്തണേ അല്ലാഹ് ഹബീബിനോടുള്ള ഇഷ്ടങ്ങൾ നീ വർദ്ധിപ്പിക്കണേ റഹ്മാൻ ഹബീബിനോടുള്ള ഹബീബിന്റെ ശഫാഅത്ത് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാൻ റഹീമായ അല്ലാഹ് ഞങ്ങളുടെ ഹൃദയത്തിന്റെ രോഗബാധ കിബർ ഹസ്ദ് നീ ദൂരീകരിക്കണേ അല്ലാഹ് നൂറുമായി ഞങ്ങളുടെ ഹൃദയത്തിൽ നിറക്കണേ അല്ലാഹ് നാഫിയായി ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ് ഞങ്ങളുടെ സദ്ദാനങ്ങൾ കലാബീദ് നൽകണേ അല്ലാഹ് എല്ലാവരും മാസത്തിൽ ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ് കടം കൊണ്ട് പരീക്ഷിക്കില്ല വ്യാധി കൊണ്ട് പരീക്ഷിക്കില്ല പരീക്ഷിക്കില്ല രോഗികൾ സദസ്സിലുണ്ട് കൊണ്ട് വസീയത്തിലുണ്ട് ശാരീരികമായ മാനസികമായ പൈശാചികമായ എന്ത് ബുദ്ധിമുട്ടാണ് ശാരീരികമായ പല രോഗങ്ങളുമായി സദസ്സിലുണ്ട് കൊണ്ട് വസീയത്തിലുണ്ട് സംബന്ധമായ വയറ് സംബന്ധമായ സംബന്ധമായ കൈകാല വിട്ടുവേദന ധർമ്മ സംബന്ധമായ പൂർണ്ണ ശിഫ നൽകി ആഫിയത്ത് ആരോഗ്യമായി നൽകണേ മാനസിക പ്രയാസം സലാമത്ത് നൽകണേ പൈശാചിക ബുദ്ധിമുട്ടുകൊണ്ട് പ്രയാസം ഒരുക്കി സലാമത്ത് നൽകണേ മഹാപ്രായത്തെ സഹോദരി അനുയോജ്യമായ സന്തോഷ ജീവിതം നൽകണേ ഒരുപാട് പ്രസവം നടത്ത സഹോദരിമാരെ പ്രസവം എളുപ്പമാക്കണേ സന്താനം വസിയത്തിന്റെ صالحاي صداني ودرجة الله صالحاي صداني ودرجة الله رحمة الله വിദേശത്തിന് സഹോദരൻ അവർക്ക് ജോലിക്ക് ബർക്കത്ത് നൽകണേ സന്തോഷത്തോടെ വരാനും കൂടാനും ഒരുമിച്ചുകൂടാനും തൗഫീഖ് നൽകണേ ഞങ്ങൾ കച്ചവടങ്ങൾക്ക് ഈ സാരി തൊഴിൽ നിർവ്വഹിക്കുന്ന ബർക്കത്ത് നൽകണേ ബർക്കത്ത് നൽകണേ ബിസിനസ്സിൽ ബർക്കത്ത് നൽകണേ കച്ചവടങ്ങൾ ബർക്കത്ത് നൽകണേ ഞങ്ങളുടെ പ്രവർത്തികളിൽ ഖൈറും ബർക്കത്തും നൽകണേ ഉയർത്തിയ കരങ്ങളിൽ കബൂൽ ചെയ്യണേ നീ സ്വീകരിക്കണേ നീ സ്വീകരിക്കണേ ഈ സംരംഭത്തിന് വേണ്ടി ഏതൊക്കെ നിലയിൽ ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ അതെല്ലാം നീ കബൂൽ ചെയ്യണേ നീ കബൂൽ ചെയ്യണേ അവരാരെയും പട്ടിണിയോട് പരീക്ഷിക്കില്ല കൊണ്ട് പരീക്ഷിക്കില്ല ഞങ്ങളെ ഇസ്സത്ത് നിലനിർത്തണേ يا ابن المعافرة اليوم عزك يا رب يا الله يا ابن المعافرة اليوم خذيت لك يا الله لا الشر يا دليلك يا الله لا الشر يا دليلك يا رحمن سالك رسولك في الظالمين ودربتك مع سيدي الحسن يا قادر الشكر يا الله عزت يا ابن المعافرة اليوم يا الله عزك يا رب يا الله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ولوالدينا ولجميع المؤمنين آمين برحمتك يا أرحم الراحمين. പറഞ്ഞു വന്നത് ഇന്നിവിടെ കിട്ടുന്നത് കഴിച്ച് ബാക്കി എത്രയാണോ കടം വരുന്നത് അത് അൽഹംദുലില്ലാഹ് സുൽഫീഖറിന്റെ ജ്യേഷ്ഠൻ റിയാസും അവരുടെ പെങ്ങളും 3 പേരും കൂടി എടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. അതോടുള്ള ഒരു കാര്യം നമുക്ക് തീരുമാനമായി, ഈ മദ്രസന്റെ വിഷയത്തിൽ ഇനി കടം ഉണ്ടാവില്ല. കാരണം
ഇന്ന് നിങ്ങളൊക്കെ കൊണ്ടുവന്ന ആ സംഭാവന തന്നാൽ ബാക്കി എത്രയാണോ ഉള്ളത് അത് അവർ 3 പേരും ചേർന്ന് എടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അവിടെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്. അതിന് തങ്ങളൊന്ന് പ്രത്യേകം ജോലി പ്രവർത്തിക്കാനുള്ള കൈവും വർക്കത്തെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ജോലിയിൽ പ്രവർത്തിക്കും കൈവ് നൽകട്ടെ. രോഗികൾക്ക് പുരുഷിഫ നൽകട്ടെ. മരണപ്പെട്ടവർക്ക് ബഹുഫറത്ത് നൽകട്ടെ. വലിയ അവരെയും അവരുടെ വെളിയിൽ മരണപ്പെട്ടവരെയൊക്കെ തന്നെ കബറല്ലാഹു സന്തോഷമായി കൊടുക്കട്ടെ. പ്രാർത്ഥിക്കുക.